Hello dear students, good morning. Today we are going to discuss a poem by Rudyard Kipling named If. So here the first point we have to consider in our mind is this poem is a didactic poem. I hope you are familiar with the word didactic. Here the meaning of the word didactic is a didactic poem is a poem which gives a message. അതെ, സന്ദേശം തരുന്ന കവിതേനെയാണ്, അതല്ലെങ്കിൽ ഉപദേശ രൂപേണയുള്ള കവിതേനെയാണ് നമ്മൾ ഡിഡാക്റ്റിക് പോം എന്ന് പറയാം. അപ്പോൾ ആദ്യം നമ്മളിവിടെ പഠിച്ചിരിക്കുന്ന പോയിന്റ്, റുഡിയാർഡ് കിപ്ലിംഗ് എഴുതിയിട്ടുള്ള ഇഫ് എന്ന് പറയുന്ന കവിത ഒരു ഡിഡാക്റ്റിക് പോമാണ്. ബിക്കോസ് ഇറ്റ് ഗിവ്സ് എ മെസ്സേജ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഷോസ് ദ പറ്റേണൽ ലവ് ഓഫ് എ ഫാദർ ടുവേർഡ്സ് എ സൺ. ഒരു അച്ഛൻ തൻ്റെ മകനോടുള്ള ആ ഒരു പിതൃസ്നേഹം കാണിക്കുന്ന രീതിയിലുള്ളൊരു കവിതയും കൂടെയാണ്. ഇറ്റ് ഷോസ് ദ പറ്റേണൽ ലവ് ഓഫ് എ ഫാദർ ടുവേർഡ്സ് എ സൺ എന്നുള്ള പോയിന്റ് അവിടെ പഠിച്ചു വെക്കണം. ഓക്കെ, ഇതിനകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ മുന്നിലിരിക്കുന്ന മകനെ അച്ഛൻ ഉപദേശിക്കുകയാണ്. വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് മൊണോലോഗ്, അല്ലേ? അച്ഛൻ തൻ്റെ മകനെ ഉപദേശിക്കുന്നത് പോലെ, മകനോട് പറയുന്നത് പോലെയാണ് ഇവിടെ ഓരോ കാര്യങ്ങളായിട്ട് ഇവിടെ പറയുന്നത്, അല്ലേ? ഈ കവിതയ്ക്കകത്ത് നമുക്കറിയാം the poem is composed in 4 stanzas. 4 സ്റ്റാൻസകളായിട്ടാണ് നമ്മുടെ ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. ഈ കവിതയ്ക്കകത്ത് കവിതയുടെ തീം എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ പെർഫെക്റ്റ് മാൻ എന്നുള്ളതാണ്. ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നെസ് ആണ്. സോ ഹിയർ ദ ഫാദർ അഡ്വൈസസ് ഹിസ് സൺ, ഡിയർ സൺ, വാട്ട് യു ഹാവ് ടു ഫുൾഫിൽ ഇഫ് യു വാണ്ട് ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ. അതായത് ഒരു ഉത്തമ പുരുഷനാകണം എന്നാണെങ്കിൽ, ഒരു പെർഫെക്റ്റ് മാൻ ആയി മാറണം എന്നാണെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള ക്വാളിറ്റീസ് നിനക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് തൻ്റെ അച്ഛൻ മകനെ ഉപദേശിക്കുകയാണ്. അതായത് മകൻ വളർന്നു വരുന്ന സമയത്ത് ഈ സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം മോനെ നീ പെരുമാറേണ്ടത്, ഏത് രീതിയിൽ നീ ബിഹേവ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നീ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എന്തൊക്കെ ചെയ്താലാണ് നിനക്ക് നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുക എന്നുള്ള ആ ഒരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കവിത പഠിക്കുമ്പോൾ സ്റ്റാൻസ വൈസ് ആയിട്ട് നമ്മളോട് ഈ ഒരു കവിതയ്ക്കകത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതല്ലാതെ ഓവറോൾ ആയിട്ട് നമുക്കിതിൻ്റെ അപ്രീസിയേഷൻ എഴുതാനും നമ്മുടെ ഈ ഒരു ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സിമ്പിളായിട്ട് ഓരോ സ്റ്റാൻസയ്ക്കകത്തും അച്ഛൻ എന്താണ് പറയുന്നത്, നിങ്ങളിവിടെ പഠിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഓരോ സ്റ്റാൻസയിലും പോയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന, അതായത് അച്ഛൻ തൻ്റെ മകനോട് പറയുന്ന ഉപദേശങ്ങളെ ഒരു സിംഗിൾ സെൻറ്റൻസ് ആയിട്ട് എഴുതാൻ നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. Okay, so we said that here in the poem, a father tell his son how to be a perfect man, how to be a good man and how to be a perfect man എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എങ്ങനെ ഹൗ ടു ബി ഹാപ്പി ഇൻ അവർ ലൈഫ്, എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റും, അതുപോലെ ഹൗ ടു ബി എ പെർഫെക്റ്റ് മാൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഇതിനകത്ത് അദ്ദേഹം മകനോട് പറയുകയാണ്, സോ മെനി കണ്ടീഷൻസ് ഹാവ് ടു ബി ഫുൾഫിൽഡ് ഇഫ് യു വാണ്ട് ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ. അതായത് ഒരു പെർഫെക്റ്റ് മാൻ ആയി നിനക്ക് മാറണം എന്നാണെങ്കിൽ ഒരുപാട് കണ്ടീഷൻസ് നീ ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഈ അച്ഛൻ തൻ്റെ മകനോട് പറയുന്നത്. അപ്പോൾ ആദ്യത്തേതായിട്ട് അച്ഛൻ മകനോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ നിങ്ങൾ? അച്ഛൻ മകനോട് പറഞ്ഞ കാര്യം ഇതാണ്, ഹീ ഷുഡൻറ്റ് ലോസ് ഹിസ് ഹെഡ് even while others are losing theirs. When others are in out of control, you have to be controlled. You have to be calm and quiet. അതായത് മറ്റുള്ള ആളുകൾ അവരുടെ ശാന്തത വെടിയുമ്പോഴും നീ ശാന്തനായി നിൽക്കണം എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, അച്ഛൻ തൻ്റെ മകൻ്റെ അടുത്ത് പറയുകയാണ്. Okay, then he says that he has to trust himself when all others doubt him. മറ്റുള്ള ആളുകൾ മുഴുവൻ അവനെ സംശയിക്കുന്ന സമയത്തും അവൻ എന്ത് ചെയ്യണം, അവനിലൊരു വിശ്വാസം അവന് വേണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആൻഡ് ഹി ഷുഡ് വെയിറ്റ് ബട്ട് ഹി ഷുഡൻറ്റ് ബി ടയർഡ് ഓഫ് വെയിറ്റിംഗ്. അതായത് കാത്തിരിപ്പിൽ മുഷിപ്പില്ലാതെ മോനെ നീ എന്ത് ചെയ്യണം, കാത്തിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആൻഡ് ഹി സേസ് ദാറ്റ് പീപ്പിൾ മേ ടെൽ ഹിം ലൈസ്. ആളുകൾ അവനോട് നുണ പറഞ്ഞു കഴിഞ്ഞാലും കള്ളം പറഞ്ഞു കഴിഞ്ഞാലും ബട്ട് യു ഷുഡിൻ ലൈ. അതായത് അവർ നിന്നോട് നുണ പറയുമ്പോഴും നീ എന്ത് ചെയ്യാൻ പാടില്ല, അവരോട് നുണം പറയാൻ പാടില്ല എന്നുള്ള കാര്യം അവിടെ പറയുന്നുണ്ട്. ആൻഡ് ഹി സേസ് ദാറ്റ് പീപ്പിൾ മേ ഹേറ്റ് യു. ആളുകൾ ഒരു പക്ഷേ നിന്നെ വെറുതേക്കാം, ബട്ട് യു ഷുഡിൻ ഹേറ്റ് ദം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എന്ത് ചെയ്ത്. ഒരൊറ്റ കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്, ഹി ഷുഡിൻ ട്രൈ ടു ലുക്ക് ടു ഗുഡ് ആൻഡ് ട്രൈ ടോക്ക്
ടു വൈസ്. അതായത് ഒരിക്കലും നീ വളരെ നല്ലവനായി പെരുമാറാനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യാനോ നീ ശ്രമിക്കരുത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. സോ ദീസ് ആർ ദ പോയിന്റ്സ് മെൻഷൻഡ് ഇൻ ദ ഫസ്റ്റ് ആൻസർ. അതായത് അച്ഛൻ മകനോട് പറയാണ്, മോനെ മറ്റുള്ളവർ അവരുടെ ശാന്തത വെടിയുമ്പോഴും നീ ശാന്തനായി നിൽക്കണം. കാത്തിരിപ്പിലും മുഷിപ്പില്ലാതെ നീ കാത്തിരിക്കണം. അതായത് മറ്റുള്ളവർ നിന്നോട് മേ ബി കള്ളം പറഞ്ഞാലും നീ അവരോട് എന്ത് ചെയ്യാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല. അതായത് ഒരുപക്ഷെ അവർ തന്നെ വെറുത്തേക്കാം, പക്ഷെ നീ എന്ത് ചെയ്യരുത്, അവരെ വെറുക്കാൻ പാടില്ല. ദെൻ വളരെ മാന്യനായി, വളരെ ഗുഡായി, അല്ലെങ്കിൽ വൈസായി നീ ബിഹേവ് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, അച്ഛൻ മകനോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് സ്റ്റാൻസയിലേക്ക് വരുമ്പോഴേ അവിടെ അച്ഛൻ പറയുന്നുണ്ട്, യു ഷുഡ് ഡ്രീം ബട്ട് യു ഷുഡ് ഡ്രീം, ഡോണ്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. നീ സ്വപ്നം കാണണം, പക്ഷെ നീ എന്ത് ചെയ്യരുത്, സ്വപ്നങ്ങളെ നിന്റെ യജമാനനായി കാണരുത്. അവിടെ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പെർസോണിഫിക്കേഷൻ അല്ലെ. അവിടെ ഡ്രീമിനെ ഒരു മാസ്റ്റർ, ഒരു മനുഷ്യനായി അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പെർസോണിഫിക്കേഷൻ. അപ്രീസിയേഷൻ ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അല്ലേ. അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞ കാര്യം ഇതാണ്, ആൻഡ് യു ഷുഡ് തിങ്ക്, ഡോണ്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. പറഞ്ഞ കാര്യം, യു ഷുഡ് ഡ്രീം, ഡോണ്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. യു ഷുഡ് തിങ്ക്, ഡോണ്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ആദ്യ വരികളിൽ പറയുന്നു. ആൻഡ് ഹി ഷുഡ് വ്യൂ സക്സസ് ആൻഡ് ഫെയിലിയർ ഈക്വലി. And the father says that, dear son, there will be success and failures in your life and you have to treat them in a balanced way, equally. അതായത് വിജയം പരാജയം രണ്ടിനെയും നീ ഒരുപോലെ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, ജീവിതത്തിനകത്ത് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അവിടെ പറയുന്നുണ്ട്. ആൻഡ് ഈവൻ when the results of his hard works are destroyed, he should get ready to build them again. ഒരു പക്ഷേ നീ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തതായിട്ടുള്ള വിജയങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും, നിൻ്റെ സാമ്രാജ്യം മുഴുവൻ തകർന്നടിഞ്ഞു കഴിഞ്ഞാലും നീ എന്ത് ചെയ്യണം, യു ഹാവ് ടു ബിൽഡ് ദം അപ്പ് വിത്ത് യുവർ വൺ ഔട്ട് ടൂൾസ് എന്ന് പറയുന്നുണ്ട്. നിൻ്റെ പഴയ ആയുധങ്ങൾ എടുത്തിട്ട് നീ വീണ്ടും എന്ത് ചെയ്യണം അവിടെ പറയണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, വാട്ട് ആർ ദ ടു ഇമ്പോസ്റ്റേഴ്സ് ഓഫ് ലൈഫ് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അതായത് ലൈഫിനകത്തെ ടു ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ പ്രിറ്റൻഡർ എന്നാണ്. We can say that is also an example of personification. And ആരാണ് ടു ഇമ്പോസ്റ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സക്സസ് ആൻഡ് ഫെയിലിയർ ആണ് അല്ലേ, ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ആണ് ഇവിടെ എന്തായിട്ട് കാണിക്കുന്നത്, ആ രണ്ട് രീതിയിലുള്ള അല്ലേ ടു ഇമ്പോസ്റ്റേഴ്സ് ഓഫ് ലൈഫ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഹി സേസ് ദാറ്റ് ഹി ഷുഡ് ഗെറ്റ് റെഡി ടു ബിൽഡ് ദം അഗെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മൾ കൂട്ടിവെച്ച എല്ലാ തരത്തിലുള്ള നമ്മുടെ അച്ചീവ്മെൻറ്റ്സും തകർന്നു കഴിഞ്ഞാലും, നമ്മുടെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും, യു ഷുഡിൻ ടെൽ അബൌട്ട് യുവർ ലോസസ്. നീ നിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് പറയാതെ യു ഹാവ് ടു ബിൽഡ് ദം അഗെയിൻ. നീ ഒരിക്കൽ കൂടി എന്ത് ചെയ്യണം, അത് ബിൽഡ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. വിച്ച് മീൻസ് ഹി ഷുഡ് ബി പെർസീവറൻറ്റ് ആൻഡ് ഹി ഷുഡ് ബി ഓപ്റ്റിമിസ്റ്റിക്. ആ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. ആൻഡ് ഹി ഷുഡ് കീപ് ടോക്കിംഗ് വിത്ത് ദ ക്രൗഡ്സ് ബട്ട് മെയിൻറ്റെയിൻ ഹിസ് വെർച്യു. അവന് രാജാക്കന്മാരുടെ കൂടെയാണ് നടക്കുന്നതെങ്കിലും സാധാരണക്കാരുമായിട്ടുള്ള കോമണേഴ്സായിട്ടുള്ള ആ ഒരു ടച്ച് അവൻ എന്ത് ചെയ്യണം, അവിടെ കീപ്പ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആൻഡ് യെസ്, കോമൺ ടച്ച്. നീദർ ഹിസ് ഫ്രണ്ട്സ് നോർ ഹിസ് എനിമീസ് ഷുഡ് ബി ആബിൾ ടു ഹേർട്ട് ഹിം. അതായത് അവൻ്റെ ശത്രുക്കൾക്കും ഏതൊരാൾക്കും തന്നെ അവൻ എന്ത് ചെയ്യാൻ പാടില്ല, ഹേർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആയി മാറാൻ പാടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഓൾ മെൻ ഷുഡ് ബി ഏബിൾ ടു കൗണ്ട് ഓൺ ഹിസ് ഹെൽപ്പ്. എല്ലാവരും സഹായത്തിന് വേണ്ടിയിട്ട് അവനെ എന്ത് ചെയ്യണം, അവനെ ആശ്രയിക്കണം. ബട്ട് ഹി ഷുഡ് ഫോർഗിവ് പീപ്പിൾ ഹൂ ഹാവ് ഒഫൻഡഡ് ഹിം. അത് മാത്രമല്ല, അവനെ ഒഫൻഡ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും അവൻ്റെ ലൈഫിനകത്ത്. അവനോട് എന്തെങ്കിലും മോശമായി ബിഹേവ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവാം. അവരൊക്കെ എന്ത് ചെയ്യണം, അവനവിടെ അവർക്ക് പുറത്തു കൊടുക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ദെൻ അറ്റ് ദ എൻഡ് ഓഫ് ദ പോം ഹി സേസ് ദാറ്റ് ഇഫ് ഹി ക്യാൻ ഡു ഓൾ ദീസ് കണ്ടീഷൻസ്, ഈ കണ്ടീഷൻസ് മുഴുവനായിട്ട് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അറ്റ് ലാസ്റ്റ് ദ ഫാദർ സേസ് ദാറ്റ് യു വിൽ ബി എ പെർഫെക്റ്റ് മാൻ. മോനെ, ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണെന്നുണ്ടെങ്കിൽ യോസ് ഈസ് ദ വേൾഡ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്. ഈ ലോകം നിൻ്റെയാണ്, ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നിൻ്റെയാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു കവിത ദ പോം ഈസ് ഇൻ റൈം ആൻഡ് ഇറ്റ് ഹാസ് ഗുഡ് സൗണ്ട് എഫക്ട്സ്
അല്ലെ? നമുക്കറിയാം, ഐ മീൻ 4 സ്റ്റാൻസാസ് ആയിട്ടാണ് പറയുന്നത്. ഓരോ സ്റ്റാൻസയ്ക്കകത്തും പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളവിടെ പഠിക്കണം. അവിടെയുള്ള ആ പെർസോണിഫിക്കേഷൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്, 2 ഇമ്പോസ്റ്റേഴ്സ് ഓഫ് ലൈഫ് എന്നുള്ളത്. ദെൻ അവിടെ യു ഷുഡ് ഡ്രീം, ഡോണ്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ, യു ഷുഡ് തിങ്ക്, ഡോണ്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. ആ സംഗതികൾ, ആ കാര്യങ്ങൾ മുഴുവനായിട്ട് നമ്മളവിടെ പഠിച്ചു വെക്കണം. അത് മാത്രമല്ലടാ, ഇത് ഇഫ് ക്ലോസിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. ഈ ഇഫ് എന്ന് പറയുന്ന ഒരു കണ്ടീഷണൽ ക്ലോസ് ആണല്ലോ. അതായത് അവനൊരു പെർഫെക്റ്റ് മാൻ ആയി മാറണം എന്നാണെങ്കിൽ ഈ കണ്ടീഷൻസ് മുഴുവൻ ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ ഇവിടെ ഗ്രാമർ റിലേറ്റഡ് ആയിട്ട് ഇഫിൻ്റെ ഒരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇഫിൻ്റെ റൂള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോടാ. അറിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ അത് പഠിക്കണേ, കാരണം അത് ചോദിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതായത് ഇഫ് 3 കണ്ടീഷൻസിലാണ്. അതായത് നമുക്ക് എക്സാമിന് വരെ ഒരു ചോദ്യം ഒരാളെ അഡ്വൈസ് ചെയ്യുന്ന ഒരു വേ, ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ് ഡാഷ് മെയിൻ ക്ലോസ് എഴുതാനായിരിക്കും. ഇഫ് ക്ലോസ് തന്നിട്ട് മെയിൻ ക്ലോസ് എഴുതാനാണ് നമ്മളോട് ചോദിക്കുക. അപ്പോൾ ഇഫ് ക്ലോസിനകത്ത് നിന്ന് എങ്ങനെയാണ് ചോദ്യം വരുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടാവില്ലേ? അവിടെ നമുക്കറിയാം, ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ് ഡാഷ്, അതല്ലെങ്കിൽ ഇഫ് യു ഹാഡ് കം ഹിയർ ഡാഷ്, അങ്ങനെയായിരിക്കും നമ്മളോട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തരിക. അപ്പം അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആ ഇഫ് ക്ലോസ് പ്രസൻറ്റ് ടെൻസിലാണോ, പാസ്റ്റിലാണോ, പാസ്റ്റ് പെർഫെക്റ്റിലാണോ, അതായത് ഇഫ് ക്ലോസിൻ്റെ ഏത് കണ്ടീഷനാണ്, ആ 3 കണ്ടീഷൻസ് ഉണ്ടല്ലോ, ആ കണ്ടീഷൻസ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് ആ റൂളുകൾ റെഡി ആകുന്ന പോലെ ആയിരിക്കണം നമ്മളത് ഫില്ല് ചെയ്യുന്നത്. അവിടെ കാണുമ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇഫ് എന്ന് പറയുന്ന ആ ഒരു ഗ്രാമറാണ്, ആ ഒരു കണ്ടീഷണൽ ക്ലോസിൻ്റെ ഗ്രാമറാണ് അവിടെ ചോദിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മറക്കരുത് കേട്ടോ. നമ്മൾ ഇഫ് ക്ലോസിൻ്റെ ചെറിയൊരു ഷോർട്ട്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആക്ച്വലി SSLC ക്ലാസ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഷോർട്സിൽ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവും അല്ലെ? അത് കൂടുതൽ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇഫ് ക്ലോസ് പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ വില്ലും V1 ആണ് മെയിൻ ക്ലോസിൽ യൂസ് ആക്കേണ്ടത്. പാസ്റ്റിലാണെങ്കിൽ വുഡും V1 ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ വുഡ് ഹാവും V3 ആണ്. എപ്പോഴും വില്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല, പകരം ക്യാനോ, ഷോളോ, മേയോ ഒക്കെ യൂസ് ആക്കാട്ടെ, അത് സിറ്റുവേഷൻ അനുസരിച്ചാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇവിടെ പഠിക്കണം. ഇനി ഇതിനകത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇവിടെ, ഹിയർ വി ക്യാൻ സീ ദാറ്റ് ഹിയർ ദ ഫസ്റ്റ് സ്റ്റാൻസ ഈസ് അബൌട്ട് കോൺഫിഡൻസ്, ബിൽഡിംഗ് കോൺഫിഡൻസ് ആണ് ആദ്യത്തെ സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത് അല്ലേ? അപ്പോൾ അത് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഓരോ സ്റ്റാൻസേനെയും ഒരു പാരഗ്രാഫ് ആ സ്റ്റാൻസേനെ കുറിച്ച് എഴുതാൻ നമ്മളെ കൊണ്ട് പറ്റണം. ആ രീതിയിൽ പഠിക്കുമ്പോഴേ നമുക്കത് കിട്ടുകയുള്ളൂ. നിങ്ങൾ A+ ആണ് ഇൻറ്റൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പഠനം അത്ര കണ്ട് ക്ലിയർ ആയിരിക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കഴിഞ്ഞ എക്സാംസ് മുഴുവൻ പാറ്റേണിലും കുറച്ചൊക്കെ ഒരു കമ്പറേറ്റീവ്ലി ഡിഫിക്കൽട്ടാണ്. ഇംഗ്ലീഷിനകത്താണ് മാർക്ക് കുറയാറുള്ളത് മിക്ക കുട്ടികൾക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് ഒരു നിലക്കും നമുക്ക് മാർക്ക് മിസ്സാവാൻ പാടില്ല. അപ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾ ഓരോ സ്റ്റാൻസേനെ ഒരു പാരഗ്രാഫ് രൂപേണ എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം പഠിക്കുക. അത് പഠിച്ചിട്ട് ഇവിടുന്ന് ഡയറക്റ്റായി ക്വസ്റ്റ്യൻ രൂപേണ ചോദിക്കുന്ന ചോദ്യം വരുന്നുണ്ടെങ്കിൽ ആ 2 ഇമ്പോസ്റ്റേഴ്സ് ഓഫ് ലൈഫ് എന്തൊക്കെയാണ്. then അവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണേ. പിച്ച് ആൻഡ് ടോസ് എന്ന് പറയുന്ന ഒരു ഗെയിമിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ടല്ലോ. ആക്ച്വലി ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സിംബോളിസം. അതൊരു സിംബലാണ്. എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാംബ്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിംബലും കൂടെയാണത്. ഇതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പെർസോണിഫിക്കേഷൻ്റെ കാര്യങ്ങൾ, ദെൻ അവിടെ യൂസ് ചെയ്തിട്ടുള്ള സിമിലി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ ദാറ്റ് വിൽ ബി വെരി ഈസി. ദെൻ പോയിട്ട് കോൺഫിഡൻസിനെ കുറിച്ച് എന്ത് പറയുന്നു, പേഷ്യൻസിനെ കുറിച്ച് എന്ത് പറയുന്നു അല്ലേ? അവിടെ പറയുന്നുണ്ട് സക്സസ്ഫുൾ പീപ്പിൾ എക്സസൈസ് പേഷ്യൻസ്. അതായത് ജീവിതത്തിൽ ഇന്ന് വരെ വിജയിച്ച ആളുകൾ മുഴുവൻ പേഷ്യൻ്റ് ആയിരിക്കും. ഐ മീൻ ഭയങ്കര ക്ഷമാശീലുള്ള ആളുകളായിരിക്കും അവർ എന്നുള്ളതാണ്. ദെൻ ഓരോ കാര്യങ്ങളെക്കുറിച്ചും എന്താണ് അവിടെ പറയുന്നത് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. So then this is all about the poem If by Rudyard Kipling. So see you in another video. Till then, bye. Thank you.